Welcome to Flavors of India. ഞാനിപ്പോൾ പോണ്ടിച്ചേരിയിലെ ഒരു ഫ്രഞ്ച് ഏരിയയിൽ നിൽക്കുവാണ്. ഫ്രഞ്ച് ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ശരിക്കും ഫ്രഞ്ചിൻ്റെ ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രഞ്ച് ബിൽഡിങ്സ് ഒക്കെ ഉള്ള പഴയ ഫ്രഞ്ചുകാരൊക്കെ താമസിച്ചിരുന്ന അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഇപ്പോൾ തന്നെ റോഡ് തന്നെ കാണുമ്പോൾ അറിയില്ല, ഇങ്ങനെ സിമെൻറ്റഡ് റോഡ്സ് ആണ്. നമ്മൾ സാധാരണ കാണുന്ന ടാറിട്ട റോഡല്ല, കുറച്ച് ഭയങ്കര വ്യത്യാസമാണ്. ബിൽഡിങ്സ് എല്ലാം തന്നെ അങ്ങനത്തെ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ ഇതിനടുത്ത് തന്നെയാണ് അരബിന്ദോ ആശ്രം. അരബിന്ദോ ആശ്രം വളരെ ഫേമസ് ആണ്. പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന അരബിന്ദോ ആശ്രമം, ഓരോവില്ല, ഇതൊക്കെയാണ്. ഇവിടെ 1926 ഈ അരബിന്ദോ ആശ്രം പണിതത്. അപ്പോൾ അരബിന്ദോ ഘോഷ് എന്ന് പറയുന്ന ഒരു ബംഗാൾ റവല്യൂഷണറി ആയിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾ മദർ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയതാണ് ഈ അരബിന്ദോ ആശ്രം. അപ്പോൾ ശരിക്കും ഇതൊരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ഉള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സൈക്കിൾ സവാരിക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഒരു പ്രധാന മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് സൈക്കിളാണ്. പിന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ബൈക്ക് വാടകയ്ക്ക് കിട്ടും. അപ്പോൾ ബൈക്കിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാം സിറ്റി കാണാനായിട്ട്. അങ്ങനെയുള്ള കുറേ കാഴ്ചകളും കാണാം. പിന്നെ ഇതൊരു വളരെ രസകരമായ സ്ട്രീറ്റ്സാണ് ഇവിടെ കാണുന്നതെല്ലാം, കണ്ടില്ലേ? ഇങ്ങനെ നല്ല രസമാണ്. വളരെ ഇൻഫോർമൽ, വളരെ ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. ഇവിടെയൊക്കെ ഞാൻ വെറുതെ നടന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ്. കാഴ്ചകൾ കണ്ടു നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവിടുത്തെ ഈ ഏരിയയിലേക്ക് സ്ട്രീറ്റ്സിന് ഫ്രഞ്ച് നെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഫ്രഞ്ച് പേരുകൾ. ഇവിടെ തന്നെ കണ്ടില്ലേ, റൂഫ് ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സ്ട്രീറ്റിനും ഇത്തരം പേരുകളാണ്. എല്ലാത്തിനും ഒരു ഫ്രഞ്ച് നെയിമാണ്. അപ്പോൾ ഇത് ശരിക്കും ഇതെവിടെയാണ് നിൽക്കുന്നതെന്നാണ് എൻ്റെ സംശയം. ഇതിപ്പോൾ വേറൊരു രാജ്യമാണോ? ഇതൊരു യൂണിയൻ ടെറിട്ടറി ആണെന്ന് മനസ്സിലായി, പക്ഷെ അത് ഇന്ത്യക്കകത്ത് തന്നെയല്ലേ. എന്നാലും ഒരു വ്യത്യസ്തമായ കൾച്ചർ എവിടെ നോക്കിയാലും. എന്നാൽ തമിഴ് കൾച്ചറും ഉണ്ട്, തമിഴിയൻസ് ഉണ്ട്, പിന്നെ ഒരു മിക്സ്ഡ് റേസ് ഉണ്ട്, ഫോറിനേഴ്സ് ഉണ്ട്. അപ്പോൾ ഫ്രഞ്ച് ആൾക്കാരും ഒരുപാട് ധാരാളമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ നടന്ന് ഏതാണ്ട് അരബിന്ദോ ആശ്രമിൻ്റെ അടുത്ത് എത്താറായി. പക്ഷേ അവിടെ വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാണ്. പുറത്ത് പോലീസുകാരൊക്കെ നിൽക്കുന്ന കാഴ്ച എനിക്ക് കാണാം. ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെയും ഉണ്ട് നല്ല ടൈറ്റായിട്ടുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അകത്ത് കയറി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊന്നും നമുക്ക് കിട്ടില്ല. വെറുതെ പോയി ഒന്ന് കാണാൻ സാധിക്കും, അത്രേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് നല്ല ഒരു സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ. ശരിക്കും നല്ല ബാരിക്കേഡ്സ് ഒക്കെ വെച്ച് തന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്നും പോകാനൊക്കെ കുറച്ച് പാടാണ് വെറുതെ, പക്ഷേ ആൾക്കാർക്ക് കയറി പോകാൻ സാധിക്കും. ഒരുപാട് ടൂറിസ്റ്റുകളും ഒരുപാട് ആൾക്കാർ, ഫോറിനേഴ്സൊക്കെ വരുന്ന ഒരു സ്ഥലമാണിത്. പോയി കാണാം, എനിക്ക് പോയി കാണാം, പക്ഷെ എനിക്കത് കാണിച്ചു തരാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ രക്ഷയില്ല, അകത്ത് പോകാനൊന്നും സമ്മതിക്കില്ല. നമുക്ക് പോയി കാണാം. അത് സമാധി പ്ലേസാണ് അറോവില്ലോ ആശ്രം. ബാക്കി കാര്യങ്ങളെല്ലാം പുറത്തൊക്കെ നിന്ന് കാണാനേ പറ്റുള്ളൂ. ഉള്ളിൽ പോകാം, ക്യാമറയോ മൊബൈൽ ഫോൺസോ ഒന്നും അല്ല അവിടെ അല്ല. അപ്പോൾ അരബിന്ദോ ആശ്രമത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. കാരണം കൂടുതൽ സമയം അവിടെ നിന്നിട്ട് കാര്യമില്ല, നിങ്ങളെ ഒന്നും എനിക്ക് കാണിച്ചു തരാൻ സാധിക്കില്ലല്ലോ അരബിന്ദോ ആശ്രമിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അതും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഓറോവില്ല. ഓറോവില്ല എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വിഭാവനം ചെയ്ത ഒരു ഒരു വലിയൊരു ടൗൺഷിപ്പ് പോലെയാണ്. അതൊരു മെഡിറ്റേഷൻ സെൻ്ററാണ്, ഗ്ലോബൽ മെഡിറ്റേഷൻ സെൻറ്റർ. അപ്പോൾ അവിടെയും കുറേ കാഴ്ചകളുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇത് ഇവിടുന്ന് ഒരു 8 കിലോമീറ്റേഴ്സ്, പോണ്ടിച്ചേരി ടൗണിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഓറോവിൽ എന്ന് പറയുന്ന ആ ടൗൺഷിപ്പ് ഓറോവില്ലെത്തും. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ പോണ്ടിച്ചേരിയിലെ പ്രസിദ്ധമായ ഓറോവില്ലയുടെ ഫ്രണ്ടിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. ഇതൊരു ഇൻ്റർനാഷണൽ ടൗൺഷിപ്പാണ്.
ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകളുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഉള്ളിലേക്ക് പോയി നോക്കാം. അകത്തേക്ക് പോകുന്നതിന് ഫ്രീ പാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പൈസ ഒന്നും കൊടുക്കണ്ട. അതെല്ലാം എടുത്തിട്ട് ഓരോരോ സ്ഥലങ്ങളായിട്ട് കണ്ടുപോകാം. അങ്ങനെ ഓറോവില്ലി എന്ന് പറയുന്ന ഈ ടൗൺഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സറൗണ്ടിങ്സിനകത്ത് ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് ലാൻഡാണ്. അതിനകത്താണ് ഈ ഒരു കോൺസെപ്റ്റ്, അതായത് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 10,000 ആൾക്കാർ ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. ഇതിനകമെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല എവിടെയൊക്കെയാണ് താമസിക്കുന്നതെന്ന്. ഇവിടെ താമസിച്ച് വോളണ്ടറി സർവീസസ് ചെയ്യുന്നുണ്ട്, റിസർച്ച് വർക്ക് നടക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു ലോകമാണ്. അപ്പോൾ ഇത് കണ്ടാലറിയില്ല, ഇത് ഏതാണ്ട് ഒരു വനത്തിനകത്ത് എത്തിയതുപോലെയാണ്. ഈ പ്രോജക്റ്റിൻ്റെ സെൻറ്റർ പോയിൻ്റാണ് ഇവിടുത്തെ മാതൃ മന്ദിർ. അപ്പോൾ അവിടേക്കാണ് ഞാൻ പോകുന്നത്. അതൊരു കോൺസെൻട്രേഷൻ ഹാളൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ മാതൃ മന്ദിറിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. മാതൃ മന്ദിറിലേക്കുള്ള ഈ വിജനമായ വഴിയിൽ കൂടി ഇങ്ങനെ ഞാൻ നടന്നു നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ റൈറ്റപ്സൊക്കെ ഉള്ള ബുക്കും എന്താ പറയുക ബ്രോഷേഴ്സൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നടന്നു. അപ്പോൾ ഇവിടെ ആരുമില്ല, വിജനമാണ് ഈ ഭാഗമെല്ലാം. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇത് ഏത് സ്ഥലമാണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലുള്ളൊരു വിജനതയാണ്. നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമേ അടുത്തുള്ള ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞു. അതായത് ഇതൊരു വലിയൊരു ആലിൻ്റെ ചോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു ലാൻഡ്മാർക്ക് ആലാണിത്. ഇതിൻ്റെ വളരെ അടുത്താണ് മാതൃ മന്ദിർ. ഇത് നടന്നു ശരിക്കും ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടന്നു. ഇവിടെ കുറേ എന്താ പറയുക ബെഞ്ചസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കല്ലിൽ. വളരെ തണലാണ്. നമ്മളൊരു ലോങ് വാക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റിയ സ്ഥലം. കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാറ്റെല്ലാം കൊണ്ടിട്ട് ബാക്കി കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ മാതൃ മന്ദിർ എത്തും. ഈ ആലിൻ്റെ പഴക്കം എന്ന് പറയുന്നത് 100 വർഷം പഴക്കമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ 100 വർഷം പഴക്കമുള്ള ആലിൻ്റെ വള്ളിയൊക്കെ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് അത് തന്നെ അടുത്തൊരു ആലായിട്ട് രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അതിൻ്റെ റൂട്ട് താഴേക്ക് വന്ന് അതിൻ്റെ റൂട്ടായിട്ട് മാറിയിട്ട് വള്ളിപ്പടർപ്പ്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് മാതൃ മന്ദിർ. വളരെ പ്രസിദ്ധമാണ്. അത് ഗോൾഡൻ ഡിസ്കുകളാണ് അതിങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്. കാണാമല്ലോ, അതൊരു കോൺസെൻട്രേഷൻ സെൻ്ററാണ് അതിനകത്ത്, മെഡിറ്റേഷൻ സെൻറ്റർ. ഇതിൻ്റെ ഇനോഗ്രേഷൻ സമയത്ത് 1968 ഫൗണ്ടേഷൻ സ്റ്റോണൊക്കെ ഇട്ട സമയത്ത് 124 രാജ്യങ്ങളിൽ നിന്നുള്ള മണ്ണ് ശേഖരിച്ച് ഒരു ചെറിയൊരു പാത്രം, എന്താ പറയുക, ഒരു ഭരണി പോലൊരു കാര്യത്തിലേക്ക് കളക്ട് ചെയ്തിട്ട് അത് സൂക്ഷിച്ചിട്ടുണ്ട്. അതിവിടുത്തെ ആംഫി തിയേറ്ററിൻ്റെ നടുക്കായിട്ടത് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ ബ്രദർഹുഡിൻ്റെ ഏറ്റവും വലിയ സിമ്പിളാണ് ഈ പിന്നിൽ കാണുന്നത്. ഈ ഓറോവില്ല എന്നുള്ള കോൺസെപ്റ്റ് തന്നെ അതാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ ബാക്കിൽ കാണുന്ന മാതൃ മന്ദിർ. ഇതൊരു ശരിക്കും ഒരു ലാൻഡ്മാർക്കാണ് പോണ്ടിച്ചേരിയിൽ. മനോഹരമായ ദൃശ്യങ്ങളാണ്. നല്ല ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ ചുറ്റും. വർഷത്തിൽ 3 പ്രാവശ്യം ഇവിടെ ഫെസ്റ്റിവൽ കൊണ്ടാടാറുണ്ട്. ഒന്ന് ഓറോവില്ലയുടെ ബർത്ത്ഡേ, പിന്നെ ഒന്ന് അരബിന്ദോ ഘോഷിൻ്റെ ബർത്ത്ഡേ, പിന്നെ ന്യൂ ഇയർ. ആ സമയത്ത് ആംഫി തിയേറ്ററിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു ബോൺഫയർ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെയുള്ള ഇൻമേറ്റ്സ്, ഇവിടെ ഒരു 10,000-2000 ആൾക്കാർ ഇതിനകത്ത് ഈ ഓറോവില്ലയ്ക്കകത്ത് താമസിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടിയിട്ട് ഒരു മെഡിറ്റേഷനും ഒരു കോൺസെൻട്രേഷൻ മെഡിറ്റേഷൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ചിന്തകൾക്ക് ഉപരിയായിട്ടുള്ള ഒരു കോൺസെപ്റ്റും അങ്ങനെ ഒരു പ്രത്യേക ലോകമാണിത്. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. ഇന്നത്തെ പകൽ കുറേ സമയം ഞാനിവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു.